കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷനെ കുറിച്ചിട്ടാണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പാണ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. ഇത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ പോലെയല്ല, റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവർ ആ ഒരു ഫോഴ്സ് കൊടുത്ത് ഷേപ്പ് മാറിയാലും തിരിച്ച് ആ ഫോഴ്സ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഷേപ്പും സൈസും ഒക്കെ റീറ്റെയിൻ ചെയ്യും. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൂക്സ് ലോ വെച്ചിട്ടാണ്. അതായത് സിഗ്മ = E × എപ്സിലോൺ. സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സ്, ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്. സ്ട്രെയിനിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് I - I0 × I0 എന്നാണ്. I0 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആ ഒരു മെറ്റീരിയലിനുണ്ടായ ലെങ്ത്. ഇനി നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പം അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവുമല്ലോ, അതാണ് I - I0 എന്ന് പറയുന്നത്. I എന്ന് പറയുന്നത് എത്ര സ്ട്രെച്ചായി നിൽക്കുമ്പം ഉള്ള അതിൻ്റെ ലെങ്ത്. ഈ ഇലാസ്റ്റിക് ഡിഫോർമേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഈ മെറ്റീരിയൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അട്രാക്ഷനും അതുപോലെ തന്നെ റിപ്പൾസീവ് ഫോഴ്സും, അട്രാക്ഷണൽ ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്ന സമയത്ത് ആ പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിലുള്ള മോളിക്യുലാർ ആയിട്ടുള്ള സ്പേസിങ് ഉണ്ടാകുന്നുണ്ട്. മോളിക്കുലാർ സ്പേസിങ്ങിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഇൻ്റർമോളിക്കുലാർ സ്പേസിങ് ചേഞ്ച് ആവും. ഇത്രയാണ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷനായി, ഇലാസ്റ്റിക് ഡിഫോർമേഷനായി. ഇനി ഈ ഒരു പോർഷൻ്റെ അകത്ത് സ്ട്രെസ്സും സ്ട്രെയിനും അത് തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ കുറച്ച് സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ നോക്കാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.